CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷാണ് കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നത്. കൂത്താട്ടുകുളത്ത് വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിലുള്ള ആരോപണമാണ് നിലവിൽ. എന്താണ് ഇതിലെ തട്ടിക്കൊണ്ട് CPIM കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് 100% തെറ്റായൊരു കാര്യമാണ്. ഇന്നലെ രാവിലെ അവിടെ വന്ന കലാരാജുവിന് LDF എടുത്ത തീരുമാനം, അതായത് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന തീരുമാനം അവരെ അറിയിക്കുകയും അവർ അതിനോട് സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിൽ അതിനെ തടസ്സപ്പെടുത്താനാണ്, അവരെ കൈപ്പിടിയിലാക്കാനും അവരെ LDF എടുത്ത തീരുമാനം നടപ്പാക്കാതിരിക്കാനും UDF പ്രവർത്തകരും MLA അടക്കമുള്ളവർ അവിടെ ഉണ്ടാക്കിയ സംഘർഷമാണ് രാവിലെ ഉണ്ടായത്. അതിനുശേഷം മുഴുവൻ കൗൺസിലർമാരും പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കേന്ദ്രീകരിക്കുകയും വളരെ സൗഹാർദ്ദപരമായി രാവിലെ മുതൽ വൈകിട്ട് വരെ LDFൻ്റെ തീരുമാനപ്രകാരം അവിടെ ഇരിക്കുകയും ചെയ്തു. അതിനുശേഷം വൈകിട്ട് എല്ലാ കൗൺസിലർമാരും പിരിഞ്ഞു. ഇവരെ ഇത്തരമൊരു വിഷയമെല്ലാം ഉണ്ടായൊരു സാഹചര്യത്തിൽ ഇവരെ വീട്ടിൽ കൊണ്ട് വിട്ടു. അതിനുശേഷമാണ് പുതിയതായി ഇവർ ഇത്തരം ചില പുതിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നലെ അവരെ തട്ടിക്കൊണ്ടുപോയി CPIM തട്ടിക്കൊണ്ടുപോയി എന്നത് 100% തെറ്റായ കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു, ചെയർപേഴ്സൺ അടക്കം പരിക്കുപറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് രാവിലെ ഈ കൂത്താട്ടുകുളത്തെ ആളുകളല്ല, കൂത്താട്ടുകുളത്തെ വോട്ടർമാരോ കൂത്താട്ടുകുളം മുനിസിപ്പൽ പരിധിയിൽ താമസിക്കുന്ന ആളുകളുമല്ല, മറിച്ച് പിറവം മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ക്രിമിനലുകൾ അടക്കമുള്ള ആളുകൾ രാവിലെ കൂത്താട്ടുകുളം ടൗണിൽ കേന്ദ്രീകരിച്ചു. MLA ആണ് അതിന് നേതൃത്വം നൽകിയത്. അവിടെ വരുന്ന വോട്ട് ചെയ്യാൻ വരുന്ന കൗൺസിലർമാരെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവിടെ കേന്ദ്രീകരിച്ചത്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയ ആ നിലപാടിന് അത് വിജയിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് ഇവർ ആക്രമിച്ചത്. അതാണ് അവിടെ രാവിലെ ഉണ്ടായ സംഘർഷത്തിന് കാരണം. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? അതെ, ഈ ആക്രമണത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർ ചികിത്സയിലാണ്. അത് സംബന്ധിച്ച പരാതി ആയി തന്നെ നമ്മൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കളെ അടക്കം പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നാണ് നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കാനാണ് തീരുമാനം? നിയമപരമായ കാര്യങ്ങൾ സ്വാഭാവികമായി ആ നിലയിൽ തന്നെ പരിശോധിക്കുക, ആ നിലയിൽ തന്നെ നേരിടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം വസ്തുതാപരമല്ല എന്ന നിലപാടിലാണ് CPIM ഉറച്ചു നിൽക്കുന്നത്. ക്യാമറമാൻ ഫൈസലിനോടൊപ്പം അമൽനാഥ് പാടിച്ചാൽ, കൈരളി ന്യൂസ്.